അമേരിക്കയുടെ F-35 പോർ വിമാനങ്ങളും ഇസ്രയേലിന്റെ കിരിയയും തകർത്ത വാർത്ത തലങ്ങും വിലങ്ങും റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാൻ മാധ്യമങ്ങൾ. ലോക പോലീസും ജൂതപ്പടയും കീഴടങ്ങിയെന്ന വാർത്തകൾ സംപ്രേഷണം ചെയ്യണമെന്നാണ് ഖമനേയി ഇറാൻ മാധ്യമങ്ങളോട് ഉത്തരവിട്ടിരിക്കുന്നത്. അതിന് കാരണം ഒരു നാണക്കേട് മറയ്ക്കാൻ ഇറാൻ പുറത്തെടുക്കുന്ന അടവാണിത്. ഇറാന്റെ ആണവക്കോട്ടയുടെ അധിപൻ വെലായത്ത് 1400 തകർക്കപ്പെട്ടത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്യുന്നു. ഇറാന്റെ ഉള്ളിൽ കടന്ന ഇസ്രയേൽ കമാൻഡോകൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിശ്ചലമാക്കിയിരുന്നു. മൊസാദിന്റെ പക്ക പ്ലാൻ വർക്കൌട്ട് ആയപ്പോൾ ടെഹ്റാന്റെ തല പിളർന്നു. അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പാണെന്ന് ഇറാൻ കൊട്ടിഘോഷിച്ച സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400 മൊസാദിന്റെ മുൻപിൽ നിഷ്ക്രിയമായി. ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവന്മാരെ കിടക്കയടക്കം ഇസ്രയേൽ കത്തിച്ചപ്പോൾ ഖമനേയി തലയിൽ കൈവച്ചു. ഇറാൻ സേന ഞെട്ടിവിറച്ചത് എന്തുകൊണ്ടാണ് വെലായത്ത് പ്രവർത്തിക്കാതിരുന്നത് എന്നതിലാണ്. അധികം വൈകാതെ അതിനുത്തരം കിട്ടി. മൊസാദ് സംഘം വെലായത്തിനെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. ഇറാനിൽ നിന്ന് തന്നെ വെലായത്തിനെ കയ്യിലിട്ട് അമ്മാനമാടി ഇസ്രയേൽ ചാരന്മാർ. ആ വാർത്ത ലോകം അറിഞ്ഞു. ഇറാൻ നാണം കെട്ടു. പിന്നാലെ നട്ടഭ്രാന്തിളകിയ ഇറാൻ ഇസ്രയേലിന് നേർക്ക് ആക്രമണം കടുപ്പിച്ചതും. നാണക്കേടിൽ നട്ടം തിരിഞ്ഞ ഇറാൻ പുറത്തെടുത്ത അടവാണ് ഇസ്രയേൽ അമേരിക്ക ഇറാനോട് മുട്ടിക്കിതയ്ക്കുന്നുവെന്ന ഇറാനിയൻ മാധ്യമങ്ങളിലെ വാർത്ത. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആക്രമണം അവസാനിപ്പിക്കാൻ അറബ് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കണമെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചു എന്നുള്ളതാണ്. മൊസാദ് ഏജന്റുമാർ ഇറാൻ അകത്ത് സ്ഥാപിച്ച ഡ്രോൺ താവളങ്ങളും കടത്തിക്കൊണ്ടുവന്ന കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ആയുധങ്ങളും ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നേരിട്ട് ലക്ഷ്യം വെച്ച് തകർത്തെറിഞ്ഞു. മൊസാദ് ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ നിഷ്ക്രിയമാക്കിയത് ഇസ്രയേലി വിമാനങ്ങൾക്ക് എളുപ്പത്തിൽ ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ വഴിയൊരുക്കി. റഡാർ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രയേൽ വിമാനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും നൂതനമായ ലോങ് റേഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനമാണ് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400. S-300, ബവാർ 373 തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ വ്യോമാതിർത്തി സംരക്ഷിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടായിരുന്നു. പക്ഷേ മൊസാദിന്റെ മുന്നൊരുക്കങ്ങൾ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 4 വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ 12 മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. ദക്ഷിണാഫ്രിക്കയുടെ ഉംഖോണ്ടോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇതിന് 360 ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായത്ത് 1400 പ്രവർത്തിക്കുന്നത്. റഷ്യൻ മിസൈൽ വേദ സംവിധാനമായ പാൻസിറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം രൂപപ്പെടുത്തിയതെന്നും പറയുന്നു. ഈ സംവിധാനമാണ് മൊസാദ് തകർത്തെറിഞ്ഞു കളഞ്ഞത്. മൊസാദിന്റെ തലവൻ ഡേവിഡ് ഡാഡി ബെർണിയ നടപ്പാക്കിയ പദ്ധതി കൃത്യമായി ഇറാനിൽ നടപ്പാക്കാൻ മൊസാദ് ചാരന്മാർക്ക് കഴിഞ്ഞു. നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടം ഡേവിഡ് ഡാഡി ബെർണിയയ്ക്ക് നൽകുന്നത്. ഇറാൻ ആക്രമണങ്ങൾ ഇസ്രയേലിലും നാശം വരുത്തുകയാണ്. അതിശക്തമായി ഇസ്രയേലും തിരിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യതയോടെ ഇറാൻ പ്രകോപനങ്ങളെ ചെറുക്കുകയാണ് ഇസ്രയേൽ. ജൂതരാഷ്ട്രത്തിന് നേരെ ഫത്തഹ്, ഖദ്ർ, ഇമാദ്, ഷഹാബ് തുടങ്ങി കരുത്തൻ മിസൈലുകൾ ഇറാൻ പ്രയോഗിക്കുന്നുണ്ട്. മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ കരുത്തിൽ ഇറാൻ നെഞ്ചുവിരിച്ച് നിൽക്കുന്നുമുണ്ട്. ഇസ്രയേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകളെല്ലാം തന്നെ എത്തുന്നത്. ഇറാന്റെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലായ ഫത്തഹ് ആകട്ടെ ഇസ്രയേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനത്തിന് നേരെയും കുതിച്ചു. ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ട് ഫത്താഹിനെന്ന് ഇറാൻ മുൻപേ അവകാശപ്പെടുന്നതാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്തഹ് വികസിപ്പിച്ചത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 1500 കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട്. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയും. തടയാനോ ചെറുക്കാനോ കഴിയാത്തത്രയും കരുത്താണ് സാധാരണ നിലയ്ക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾക്കെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒപ്പം ഇറാന്റെ ഫത്തഹിനാകട്ടെ ചില അധിക സംവിധാനങ്ങൾ കൂടിയുണ്ട്. ഇത് ഫത്തഹിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ് വെളിപ്പെടുത്തിയിരുന്നു. 2 സ്റ്റേജുകളുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇടതരം ബാലിസ്റ്റിക് മിസൈലായ
ഷഹാബും ചില്ലറക്കാരനല്ല. 760 മുതൽ 1200 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ വഹിക്കാനാകുന്ന ഷഹാബിന് ഏകദേശം 1300 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട്. ഷഹാബിന്റെ കുറച്ചുകൂടി നവീകരിച്ച പതിപ്പാണ് ഖദ്ർ. 2022 പുറത്തിറക്കിയ ഖൈബർ ബസ്റ്റർ എന്ന മിസൈൽ ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ച് ഉള്ളതാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ ശ്രദ്ധ ഇറാൻ നൽകുന്നുണ്ട്. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടും. മിസൈലുകളിൽ മാത്രമല്ല, മിസൈൽ വേദ കവചങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധയൂന്നിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ലോകപ്രസിദ്ധി നേടിയ മിസൈൽ വേദ സംവിധാനം അയൺ ഡോമിന്റെ തദ്ദേശീയ പതിപ്പ് വരെ ഒരുക്കിയിട്ടുണ്ട് ഇറാൻ. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് 1400 എന്നാണ്. ഈ വെലായത്തിനെയാണ് ഇസ്രയേൽ തവിട് പൊടിയാക്കി കളഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.